പോകല്ലേ? എന്താ സ്ഥലത്തിന്റെ പേര്? അടിപൊളി സ്ഥലപ്പേരാണ് ചിപ്പിലിത്തോട് ഉണ്ടോ? മേലേക്ക് എല്ലാ വ്യൂ ഉണ്ട് അല്ലേ? ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. മേലൊക്കെ ഫുള്ള് കൃഷിയൊക്കെയാ തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പോയോക്കല്ലേ? പോയി നോക്കാം. കുറച്ചുകൊണ്ട് മേലേക്ക് പോയേക്കാം. അതൊക്കെ സപ്പോട്ട കാഴ്ചക്കുണ്ട് നിറച്ചും കായ. നമ്മളെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടില്ലേ? അപ്പൊ കണ്ടു മുഹമ്മദ് ഖാനെ. അപ്പൊ നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് അല്ലേ? അതെ. ഒരു വയനാട്ടിലെ സ്ഥലം നോക്കാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളന്ന് കണ്ടപ്പോ അത് തിരിച്ചു പോവാ, അവിടെ പോയിട്ട് തിരിച്ചു വരികയെന്നില്ല അങ്ങോട്ട് തിരിച്ച് വന്ന് വീഡിയോ എല്ലാം കാണലുണ്ട് പറഞ്ഞ് ഇവരും ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള്. പിള്ളേരൊക്കെ ചോദിച്ചു, പിള്ളേരൊക്കെ എവിടെയാണ്? പിള്ളേര് ഇങ്ങനെ വണ്ടിയിൽ കിടന്നുറങ്ങല്ലേ? പിള്ളേരുണ്ടോ പുറത്തിറങ്ങണേ? ഓല് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബേക്കറി കുറയ്ക്കാണ്. അപ്പൊ നമുക്ക് നേരെ വിടാം. നല്ലൊരു ഏരിയ ആണല്ലേ അതിലൊക്കെ? അതെ. റംബൂട്ടാൻ കഴിച്ചിറക്കണ നോക്ക്, നിറച്ചും കായ. നല്ല വീടാണല്ലോ. രസമുള്ളൊരു വീട്. പള്ളിയോട് തൊട്ട് ചേർന്നുണ്ട് അമ്പലം. ബാക്കിലൊക്കെ കുറച്ച് കയറ്റുണ്ടോ? കയറ്റാണ്, കുറച്ച് കയറ്റല്ല, പെരും കയറ്റാണ്. റബ്ബർ ഉണ്ട്, റബ്ബർ. കൊക്കോ കൃഷിയാണല്ലോ ഇവിടെ ഉള്ളവർക്ക്. ഈ ഒരു ഏരിയയിൽ കൊക്കോ കൂടുതലുണ്ട്. കൊക്കോ, റംബൂട്ടാൻ നല്ലോണം ഉണ്ട് അല്ലേ? മാങ്ങ നോക്കി, മാങ്ങ തിന്ന് പഴുത്ത മാങ്ങയും പച്ചമാങ്ങയൊക്കെ തിന്ന് മരിക്കും. നാടൻ മാങ്ങ എവിടുന്നാലും കിട്ടുമോ നോക്കണം നമുക്ക്. വീട്ടിൽ കൊന്നും കൂടെ പോയോക്കണം. മാങ്ങാക്കറി ഉണ്ടാക്കണ്ടേ? മാമ്പഴ പുളിശ്ശേരി. സെന്റ് ജോസഫ് മലങ്കര കത്തോലിക്ക പള്ളി, ചിപ്പിലിത്തോട്. അടിപൊളി സ്ഥലപ്പേരല്ലേ? ചിപ്പിലിത്തോട്. കാല് പോകുക ചെക്കൻ്റെ. ഒരു പച്ചപ്പ് പിടിച്ച സ്ഥലം അല്ലേ? നല്ല പച്ചപ്പുള്ള ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കാണുമായിരിക്കും ഇവിടെയൊക്കെ ഓരോരുത്തർക്ക്. ഓ, ആ ചക്ക മൊത്തം കേടായി പോയി. ആട്ടോ, അതെന്താണ് അങ്ങനെയത്? എന്തോ ആയതാണല്ലേ? ഈച്ച കുത്തിക്കണം. അങ്ങനെ അങ്ങോട്ട് അനുമാനിക്കാം. തേനീച്ച അങ്ങനെ എല്ലാരും പറയണേക്ക. ഏത് ഈച്ച എനിക്കറിയില്ല. പൊട്ടനീച്ചേ അകലെ കാണുന്നതാണ് താമരശ്ശേരി ചുരം. നല്ല വ്യൂ പോയിന്റ് ആണല്ലോ ഇവിടെ. താഴത്തേക്ക് നോക്കിട്ട് പോയിടാണ് കേട്ടോ. ചേട്ടായി അധികം നോക്കണ്ട, തല ബാലൻസ് പോകും. അവിടെ നിർത്താൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എവിടെ ഇല്ലേ? അവിടെ നടന്നു പോട്ടെ. ഞാൻ കൊക്കൊക്കെ കിട്ട ചാടി കഴിഞ്ഞാൽ കഴിഞ്ഞു. വണ്ടി കൊണ്ട് ഉരുണ്ട് പോയി ഈങ്ങാപ്പുഴ അങ്ങാടി ചെന്നാവും പിന്നെ നിക്കുക. ഈങ്ങാപ്പുഴ അങ്ങാടി ചെന്നൊരു നിർത്തണ്ടാവും. വണ്ടി നേരെ ഒരു ഒറ്റ ചാടി നിപ്പേക്കും. എന്താ ഉണ്ടായേക്കും അല്ലേ? അങ്ങോട്ട് നോക്കണ്ട, നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോയാലോ? ഇത് പെരുങ്കയറ്റാണ് കേട്ടോ. ഇതിലേറൊക്കെ ബെറ്റർ കാസർഗോഡ് തന്നെയാ. അവിടെ നിർത്തിയിട്ടൊന്ന് ജസ്റ്റ് കാട്ടി തരാം. അവിടെ നിർത്തായിരിക്കും അല്ലേ? അവിടെ വണ്ടി നിർത്തിയുണ്ടല്ലോ. കണ്ടില്ല. 2 മിനിറ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കിട്ട് പോകാം. മതി അല്ലേ? നോക്കിയോണ്ട് ഇറങ്ങണം. അതിലിറങ്ങിക്കോളിട്ടോ. മുത്തുമണിയാളെ, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. പോര് ഇതിൽ തന്നെ പോര്. എന്താണ് ഈ കാണുന്നത് അല്ലേ? ഈ ദുനിയാവ് മൊത്തം കാണാം നമുക്ക്. അതൊരു ബിൽഡിംഗ് ഉണ്ടോ? എവിടെ? ഇത് കാണുന്നില്ല. അങ്ങല്ലേ? അതിപ്പോ എവിടെ ആയിരിക്കും? അങ്ങനെ ഒരു ബിൽഡിംഗ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടില്ലല്ലോ. ഷൂടായിരിക്കും. നമ്മളെ മുത്തുമണി വണ്ടിയെ കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഏത് മലയും കേറി പോന്നു. വലിയൊരു ഫ്ലാറ്റ് കാണാണ്. താമരശ്ശേരി ആയിരിക്കോ? താമരശ്ശേരി ഈങ്ങാപ്പുഴ ആയിരിക്കും. കണ്ടോ? ഇതെന്താ കയ്യില്?
അത് ബേക്കറി പോലെ എന്നാ കോട കയറിയുണ്ടല്ലേ. മൊത്തത്തിലൊരു സ്മെല്ലും. അങ്ങ് കണ്ടോ വഴികൾ പല ഭാഗത്തോട്ടും തുരുതുര വഴികളാക്കിയുണ്ടോ അവിടെ. മഴ പിടിക്കുന്നുണ്ട് കുറച്ച് കിടക്കണ പറമ്പാണല്ലോ. ഇത്രങ്ങാനും ഹൈറ്റിലപ്പം നമ്മള് നിക്കണല്ലേ. ഗുമ്മിട്ടുന്നില്ലത്. അത് കോട കയറിയിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് ഇപ്പം മേടിക്കാം. സീറ്റ് ബെൽറ്റ് ഇടലൊരു പണിയാണ് നമ്മളെ വണ്ടിയിൽ. സീറ്റ് ബെൽറ്റ് ഒക്കെ തന്നാലെ വന്നിട്ട് കിട്ടി. ഓട്ടോമാറ്റിക് ആയിട്ടാണ് വന്ന് വീഴണല്ലേ. ഡിങ് ഡിങ് പറഞ്ഞിട്ട് റെഡി ടു ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെഡി ടു ട്രാവലിംഗ് എന്ന് പറഞ്ഞ് പോലെ എവിടുന്ന് തിരിക്കഞ്ഞ് നമ്മളിതിൽ എങ്ങനെ ഈ വഴി എങ്ങനെ പോവുകയാണ്. നമ്മള് തിരിക്കുന്നില്ലല്ലോ. നമ്മള് വന്ന വഴി പിന്നെ തിരിച്ചു പോക്ക് കുറവാണ്. അപ്പൊ നമ്മള് മുക്കത്ത് കൂടെ ഒക്കെ പോണെന്ന് പറഞ്ഞല്ലേന്നോ. 4:52 5 മണി അങ്ങോട്ട് ഇഞ്ഞു കാണൂല. കോട കയറി മൊത്തത്തിലൊരു മഞ്ഞുമയം മരാത് കോട കയറിയിട്ട്. ഇതിലേറെ ഉഷാർ കാസർഗോഡും കണ്ണൂരൊക്കെ തന്നെയാണ് അല്ലേ. ഇതെന്താ അങ്ങോട്ട് നോക്ക്, വിശാലമായി കിടക്കുക. നമ്മള് വിമാനത്തിലേക്കാണോ പോണേ? മലനിരകള് മാത്രമേ കാണാനുള്ളൂ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. മഴ ഇപ്പൊ പെയ്യൂട്ടോ. ഒന്നിച്ചിട്ട് വന്ന് വീഴലേ കുഞ്ഞു. ആ മല കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യമായിട്ട് ഏരിയാണ്. എനിക്ക് വഴിയൊന്നും അറിയാം. എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല. സ്കൂളുണ്ടോ? സ്കൂൾ അത് എവിടെ? സ്കൂള് സ്കൂള് കാണുന്നുണ്ട്. എനിക്ക് തന്നിട്ട് 2 കുറിക്കാൻ. സ്കൂളല്ലത്. അത് വല്ല ഇതെന്തേലോ റിസോർട്ട് എന്തേലോ. മല ഇറങ്ങി വരും. അപ്പൊ ഇറങ്ങാണോ? ബ്രേക്ക് എങ്ങാനും പോയാ താഴെ റിസോർട്ടാണ്. റിസോർട്ടല്ലേ? ഓ 2 മണി എന്താ പോലെ ഇതില്ലേ. ഓല് ഇവിടെ എത്തിയോ? പതുക്കെ പോകുള്ളൂ. നമുക്ക് പറഞ്ഞ തിരിച്ചാലോ. നമ്മൾ ഇതിൽ അങ്ങോട്ട് പോവാണ് തന്നെ. എന്നിട്ട് അതില് ചെന്നിറങ്ങുക. അറിയില്ല. ഇതാണോ തുഷാരഗിരി വാട്ടർഫാൾസ്? ആള് ബോർഡൊന്നുമില്ലല്ലോ. അങ്ങോട്ട് എത്തുമോ? നോക്കാം. മുക്കത്തേക്കല്ലേ പോകണ്ടേ? മുക്കത്ത് പോണം. മുക്കത്ത് പോയിട്ട് കുറച്ച് ടൈം അടിക്കണം. വേഗം പോണം. നേരം പോയാൽ കട ഇറക്കി. കൊറേ പോണോ? 27 കിലോമീറ്റർ. ആവോ, അപ്പം തൈയൊന്നും കിട്ടൂല. പോണ വയ്ക്കുണ്ടാവൂലേ തൈ? എന്തിനാണ് ഇനി മഴ വരുന്ന സമയമാകുമ്പോഴത്തേനും കൊണ്ട് നട്ടാ പോരാ. ഇപ്പണ്ട് നട്ട എല്ലാം ഒന്നിച്ചുണ്ടാവൂലേ. ഇവിടെ ഫുള്ള് റിസോർട്ടാണല്ലോ. റോബസ്റ്റ ഉണ്ടല്ലോ. റോബസ്റ്റ നല്ല രസമാണ്. പേരക്കൊക്കെ ആണ്ടെ പഴുത്ത് കിടക്കണം കേട്ടോ. ഒരു പേരക്ക തൈ മേടിക്കണം. കൃഷി നല്ല കൃഷിക്കൊക്കെ പറ്റിയ മണ്ണാണ് ഉണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും കൃഷി വേണ്ടത്. തണുപ്പുള്ള ഏരിയയും കൂടെ അല്ലേ. ഞാനത് മനസ്സിലാക്കുന്നു. കുന്നും മല ഉള്ള സ്ഥലത്താണ് കൂടുതൽ സെറ്റ് ആയിട്ടുണ്ടാകുന്നത്. മഴ കൂടുതൽ കിട്ടും. പിന്നെ എല്ലാം നല്ലോണം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഈ റോഡിനൊക്കെ ആരെങ്കിലും വന്നണോ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ? നമ്മള് പിന്നെ ഏത് മുക്കും മൂലയിൽ കൂടെ പോക്കാണ്.
പേരിനടാ കുറച്ചും കൂടി. Turn left onto Nurantode, Vatachira, Tusharagiri Road, Tusharagiri Road. തുഷാരഗിരി റോഡ് ഇത് ഏതാ ജില്ലയാവോ? ഈ തുഷാരഗിരി എന്ന് പറയണ ഏത് ജില്ലയിലാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഇതിൽ ആദ്യമായിട്ട് വരും, ഞാൻ ആദ്യമായിട്ട് വരാം. 6 കിലോമീറ്റർ. റോസാച്ചെടി കണ്ടോ, നല്ല കളറ്. വട്ടച്ചിറ. വട്ടച്ചിറ ടൗണെത്തില്ലേ? ആ ഇതന്നെ തുഷാരഗിരി. തുഷാരഗിരി ഇതല്ല എത്തും. പിന്നെ ആ ബോർഡുമേ, എവിടെ ആ ബോർഡുമേ കണ്ടു വട്ടച്ചിറ എന്നല്ല. 7 കിലോമീറ്റർ നല്ല അവിടെ കാണിച്ചപ്പോ 7 കിലോമീറ്റർ ഒന്നും ആയില്ലേ? വട്ടച്ചിറ കോട്ടയം ചവിട്ടിയുടെ എത്തണില്ലല്ലോ. അറിയില്ല എനിക്ക്. 27 കിലോമീറ്ററിലോ? ആഞ്ഞിപ്പിടി ചവിട്ടി വിട്ടാ ഡീസൽ തീരും. ആണോ? മരം നോക്കി മരം ഡീസൽ എടുക്കണവർക്ക് ലാഭം. ആ 4 മരത്തിനോ? ആ 4 മരം 2 ഇതിനൊക്കെ കണ്ടില്ലേ? മരം മുറിച്ച് വയ്ക്കാൻ പറ്റുമോ? പിന്നെ കണ്ടോ, നല്ല പൂവാൻ കോഴിക്കളുണ്ട്. പിടിക്കാണ്ട് പിടിക്കണോ? ചോദിച്ചോക്കണോ കൊടുക്കണ്ടോ? നാടൻ കോഴിക്കറി. പക്ഷെ ഇതിലേറെ ഉഷാർ നമ്മളെ കാസർഗോഡ് തന്നെയാണ് നമുക്ക് പറയാം അല്ലേ? ഇത്രയും കുന്നില്ലല്ലേ? ഇതൊരു ഡേഞ്ചർ ഏരിയ ആയിരിക്കും കേട്ടോ. മഴക്കാലത്ത് ഡേഞ്ചറാണ്. തുഷാരഗിരി പാലം. കോഴിക്കോട് നേരെ കോഴഞ്ചേരി നേരെ തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇവിടെയാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം ഉള്ളത്, ഇവിടെ എവിടെയാണ്. അപ്പം അങ്ങനെ എത്തി. ഇതെന്താ ഈ മേലെ റോപ്പ് മറ്റേ ഇതൊക്കെ ഉണ്ട്, സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഉണ്ടോ? ഒന്ന് ഇറങ്ങിക്കാം നോക്കാം. പൊരി 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 പോരെ, എങ്ങട്ടാന്നൊന്നുമില്ല. ചെരുപ്പൊക്കെ ഇട്ടിട്ട് പതുക്കെ പോരെ. വണ്ടി നോക്കണം, തിരക്കൊന്നുമില്ല. ഞാൻ നിക്കണ്ട്, ഓനെ കൂട്ടിയിട്ട് ഒപ്പം പോരും. ഞാൻ ഇവിടെ നിക്കാടാ, നീ പതുക്കെ പോന്നാ മതി. ഇതാ നേരെ കോഴിക്കോട് കോടഞ്ചേരി. ഇവിടുന്ന് ഇടത്തോട്ടാണ് തുഷാരഗിരി വാട്ടർഫാൾസ് വന്നിട്ട്. ആ ആരോ മാർക്ക് അവിടെ മായ്ച്ച് കളഞ്ഞതാണോ മാഞ്ഞതാണാവോ? അവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഓൻ വന്നില്ലേ? കമോൺ. ഓനിട്ടിട്ട് പോയാൽ ഓൻ അവിടെ കിടന്ന് കരയും. ഓ ഗായ്സ് ലാസ്റ്റ് ഞങ്ങൾ അങ്ങനെ എത്തിട്ടോ. എത്തി ഗായ്സ്, എത്തി. അന്നായില്ലാണ്ട് കയറ്റി വിട്ടാലോ? അന്നായില്ലാണ്ട് കയറ്റി വിട്ടാലോ? എൻജോയ് ചെയ്യണം അല്ലേ? തുഷാരഗിരി പാലം. തുഷാരഗിരി പാലത്തുമ്മൂടെ ഞങ്ങൾ സവാരി ചെയ്യാണ്. കാൽനട സവാരി. താഴെ കൊക്കെയാണ്. താഴെ കുഴിയല്ല, വലിയ തോട്. ആ വെള്ളച്ചാട്ടം ഇതിന്റെ മേലെ എവിടെ എവിടെയോ ആണ്. ഇടത്തോട്ട് ആരോ മാർക്ക് ഉണ്ടായിരുന്നു ആ ബോർഡുമേ. അപ്പൊ അവിടുന്ന് എവിടുന്നോ ആണ്. ആ റോഡിനെറ്റിയാ പോകേണ്ടി വന്നിട്ടുണ്ട് കേട്ടോക്ക്. ആ അവിടെ റോഡ് കാണുന്നുണ്ടോ? അങ്ങോട്ടോ കേട്ടോ ഇടത്തോട്ടാണ് പോകേണ്ടി. അവിടുന്നാ? ആ എന്നാ അങ്ങ് മലേന്റെ മണ്ടക്കാണ്. അവിടെ നോക്കിട്ട് തന്നെ കുഴക്കണോടൊക്കെ. പാറന്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോണേ. ഇപ്പൊ വേനലല്ലേ, ഇക്കണ്ട വെള്ളമൊക്കെ വരുന്നത് അല്ലേ? അഗാധമായ ഗർത്താണ്. അങ്ങ് മലയിന്ന് വരുന്ന വെള്ളം അല്ലേ? വെള്ളച്ചാട്ടോ? അത് ഫോറസ്റ്റ് ആണ്. അങ്ങോട്ടൊക്കെ നമ്മള് വീണാലില്ലേ? ഞങ്ങൾ നോക്കിട്ട് പേടിയാക്കുക.
അവിടുന്ന് വാരി എടുക്കാം. ഇങ്ങനെ കൈക്കോട്ടോണ്ട് ഇങ്ങനെ പഠിച്ചു കൊടുത്താൽ അതില്ലേ കുപ്പി കൊണ്ടുപോയി മതി, വെള്ളം എടുത്ത് പോന്നാൽ മതി. പിന്നെ ഗംഗയിൽ കൊണ്ടുപോയി ഒഴിക്കാം. ചാറാവും. കുഴി നോക്കി ആ ചവിട്ടിൻ്റെ ഒരു പാടുണ്ടോ, ചെരുപ്പ് കാല് പോലെ ഉണ്ടോ? ആരോ പണ്ട് നടന്നിട്ടുണ്ട്, വലിയ ഏതോ ടീം നടന്നതാ. ഇതല്ലേ ഇതല്ലേ അതല്ലേ ഒരു ചവിട്ടില്ലേ? ഉൽക്ക വന്ന് പതിച്ചപ്പോഴേ ആരോ വന്ന് ചവിട്ടിപ്പോയതാ പാറ. അങ്ങോട്ട് ഇപ്പുറത്തോട്ട് വാ, ബാ ഇപ്പുറത്ത് നോക്കാം. ബാ ഏലിയൻസ് വന്ന് ചവിട്ടിയതാ. ബാ വാ, വണ്ടിയില്ല, വേഗം കൂടെ വാ. ഏലിയൻസിന് കാലുണ്ടെന്ന് എന്നോട് ആരോ പറഞ്ഞേ? ഹനുമാൻ വന്ന് ചവിട്ടിയതായിരിക്കോ? നിക്ക് നിക്ക്, പേടിയാണ്ട്. ഇവിടെ ഒരു സ്ലാബ് ഉണ്ട്, എന്റെ മോനെ ഇച്ചാണ്ട് നോക്കിട്ട് പേടിയുണ്ട് കേട്ടോ. അതായത് ആൾക്കാരുണ്ട്. ഇത്ര ആയിട്ട് കൂടെ പോയിട്ട് പേടിയാണ്ട്. പിന്നെ വിമാനത്തിൽ ഇതിന്റെ മേലെ കൂടെ പോയാലേ എന്റെ ആ കിളി പാറും. ഓലെന്താ മീൻ ഉണ്ടോക്കുക? ഓലെന്ത് ഫോട്ടോ എടുക്കാണ്. ഫോട്ടോ എടുക്കണല്ലേ? ആ അവിടെ ഒരു വല്യമ്മ ചൂണ്ടിടുന്നുണ്ട് അല്ലേ? എന്താ കാട്ടണ്? എന്നാ പോവാ നമുക്ക്. അത് സ്ലാബാണ്. അത് സ്ലാബാല്ലേ? എന്നാ പോരെ, ഓനെ പിടിച്ചോട്ടോ കിച്ചുനെ. ഓനെ പിടിച്ചിട്ടുണ്ട്. പേടിയുണ്ട്, കാലൊക്കെ കയ്യും കാലൊക്കെ വറക്കുന്നുണ്ട്. എത്രങ്ങാനും താഴാണ്. എന്നാ പോരെ. പക്ഷെ ആ ഇത് കണ്ടില്ലല്ലോ. ഏത് വെള്ളച്ചാട്ടല്ലേ? വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തേക്ക് പോകാം, കുറച്ച് അപ്പുറത്താണ്. ഇനി വേണ്ടല്ലേ, കൊറേ പോണം അല്ലേ? വെള്ളച്ചാട്ടത്തിലേ പോവും. പോണ്ടോ? ഇപ്പൊ കേറ്റൂല. ആ തേരാപ്പാറ തേരാപ്പാറ. ഈ സ്ലാബ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതായിക്ക് കൊയിഞ്ഞാടും നമ്മള്. അതന്നെ പറഞ്ഞതാ. ഞാൻ കണ്ട് സ്ലാബ്. ആ ഇതല്ലേ ഞാൻ കണ്ടത്. ഇതാ ഇവിടെ ഈ ടാറിങ്ങുമ്പ ഹോളുണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് കാണാ. ഇതൊന്നുമല്ല, നിങ്ങോട്ട് പോയാൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാനല്ല ആകണ അവിടെ ഒരു ഹോള് നേരെ താഴത്തേക്ക് കാണാ. ഞാൻ പേടിച്ചു. അഞ്ഞു പോണ്ടാക്കി പേടിയാ. ആ പോണ അടുത്ത് പാലങ്ങാനും പൊളിഞ്ഞ പോര്. വണ്ടി നമ്മൾ നടന്നല്ല ഇപ്പൊ പോയത്, നടന്നു പോയി. പാലത്തുമ്മ കൂടെ നമുക്ക് വണ്ടിയിലൊന്ന് പോവാം. ഇത് ഫോറസ്റ്റ് ആണ് ഈ ഭാഗം ഇവിടെ അല്ലേ? Continue on Tusharagiri Road for 3 kilometers. ഫുള്ള് ഫോറസ്റ്റ് ആണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്നാലേ ഇവിടെ എത്തി. ഇതാണ് തുഷാരഗിരി പാലം, അച്ചായന്റെ ചായക്കട. ഈ മേലക്കുള്ള റോഡില്ലേ, അതിലാണ് വെള്ളച്ചാട്ടം. ക്ലോസ് ആക്കി. അപ്പൊ നമുക്ക് എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അടുത്ത വീഡിയോയില് കിഡിലും വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. ബൈ 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 ബൈ.